കശ്മീരിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ വേഷം മാറിയ ISI ഭീകരരും. BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ ISI ചാരന്മാരെ ദേശീയ പാർട്ടികളിൽ അംഗമാക്കുന്നു. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പുതിയ പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നെന്ന് വിവരങ്ങൾ. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇൻഡസ് സർവീസ് ഇന്റലിജൻസ് അഥവാ ISI തങ്ങളുടെ ജമ്മു കാശ്മീരിലെ രഹസ്യമായി ജോലി നോക്കുന്ന ഏജന്റുമാരോട് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ദേശീയ പാർട്ടികളിൽ അംഗങ്ങളാകുന്നത് വഴി ഭീകരപ്രവർത്തനത്തിന് റിക്രൂട്ട്മെന്റ്, പണം, ആയുധ കൈമാറ്റം എന്നിവയ്ക്ക് വഴിയൊരുക്കുകയാണ് ISI ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് ജനാധിപത്യ പ്രവർത്തനങ്ങൾ നടത്തുക വഴി തങ്ങളുടെ ഭീകര ശൃംഖല സജീവമാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഈ അടുത്ത കാശ്മീർ പോലീസ് നടത്തിയ ശക്തമായ പരിശോധനയിൽ വിവിധ ദേശീയ പാർട്ടികളുടെ പ്രാഥമിക അംഗത്വ കാർഡുകൾ പിടിച്ചെടുത്തിരുന്നു. ഇത് ISI ചാരന്മാർ ദേശീയ പാർട്ടികളെ തങ്ങളുടെ വലയത്തിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനായി. ഇങ്ങനെ അംഗത്വം എടുക്കുമ്പോൾ പോലീസിൽ നിന്നും സുരക്ഷാ ഏജൻസികളിൽ നിന്നും ഭീകരർക്ക് സംരക്ഷണം ലഭിക്കുമെന്ന കണക്കുകൂട്ടലാകാം ഇത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതാദ്യമായല്ല പാകിസ്ഥാൻ ഇത്തരത്തിലൊരു കുരുട്ടുബുദ്ധി ഇന്ത്യയിൽ പ്രയോഗിക്കുന്നത്. 1990കളിലും 2000കളിലും ഇതേ തന്ത്രം പയറ്റിയിരുന്നു. 2020 മാർച്ചിൽ റിയാസി ഗ്രാമവാസികൾ പിടികൂടിയ തലിബ് ഹുസൈൻ എന്ന ലഷ്കർ കമാൻഡർ സജീവ BJP പ്രവർത്തകനായിരുന്നു. ജമ്മുവിലെ മൈനോറിറ്റി മോർച്ചയുടെ സമൂഹ മാധ്യമ ചുമതലയും ഇയാൾ വഹിച്ചിരുന്നു. ഇയാളിൽ നിന്ന് 2 AK-47 തോക്കുകളും ഗ്രനേഡുകളും മറ്റ് ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ ആക്രമണത്തിന് പദ്ധതിയിട്ട ISI മുംബൈ അധോലോക ശൃംഖലയിലെ 9 പേർ പിടിയിലായത്. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ദേശീയ തലസ്ഥാനത്തെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. പിടിയിലായ പ്രതികളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോകം എന്നിവയുമായി ബന്ധമുള്ള വിദേശ ഹാൻഡലർമാരുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ 9 പേരും പ്രവർത്തിച്ചിരുന്നത്. രാജ്യത്തെ പൊതുസമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ട ഈ ശൃംഖലയുടെ ഫണ്ടിംഗ് സ്രോതസ്സുകൾ, വിദേശ ബന്ധങ്ങൾ, ആയുധങ്ങൾ എത്തിച്ചു നൽകിയവർ എന്നിവരെ കണ്ടെത്താൻ ദില്ലി പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. ആണവ നിലയങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വൈദ്യുത നിലയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന സ്ഥാപനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. പ്രതികളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. പ്രമുഖ ഓഫീസുകളും തിരക്കേറിയ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് ചാവേറാക്രമണങ്ങൾക്കും വെടിവെപ്പുകൾക്കും സാധ്യത എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് ദില്ലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. കഴിഞ്ഞ വർഷം ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപം 15 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ IED വാഹന സ്ഫോടനം നടത്തിയ അൽ-ഖ്വയ്ദ ബന്ധമുള്ള അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളാണ് പിടിയിലായ 9 പേർ എന്നാണ് വിവരം. കാശ്മീരി ഡോക്ടറായ ഉമർ ഉൻ നബി ഉൾപ്പെടെയുള്ള വൈറ്റ് കോളർ ഭീകരവാദ മോഡ്യൂളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നും സൂചന. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.